ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു ഈ കരാർ വ്യാജമാണോന്ന്. ഈ കരാർ വ്യാജമാവും. എന്തുകൊണ്ടറിയോ? സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 23 അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ്, നിയമവിരുദ്ധമായ പ്രതിഫലമോ ലക്ഷ്യമോ ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ച സംഗതി ചെയ്യാൻ ആവുമ്പോൾ ഡിഫീറ്റ്സ് പ്രൊവിഷൻസ് ഓഫ് ലോ, നിയമത്തിൻ്റെ വകുപ്പുകളെ പരാജയപ്പെടുത്താൻ, അതല്ലേ കരാറ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കി പൈസ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം, അതിന് കൃത്യമായ പ്രവർത്തികൾ വേണം, പ്രവർത്തിക്ക് പ്രതിഫലം വേണം. എന്ത് പ്രവൃത്തിയാ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാൻ ഈ പൈസ കൊടുത്ത ആൾക്കോ പൈസ വാങ്ങിയ ആൾക്കോ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കരാറ് നിയമവിരുദ്ധമായ കരാറാണ്, നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കരാറാണ്, നിയമത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കരാറാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, അതൊരു ഫ്രോഡാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ കമ്പനീസ് ആക്ടിലെ 212 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടിരിക്കുന്നത്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പം ഈ കരാർ പോയി, കരാർ നിയമവിരുദ്ധമായി. പിന്നെ അഭിലാഷ് ചോദിച്ചതുപോലെ ഇപ്പോൾ മണി ലോണ്ടറിങ് ആക്ട് നിൽക്കുമോ? അയ്യോ, നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ബഹുമാനപ്പെട്ട കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഈ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കുറേ വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തി ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്, ഒരു കരാറുണ്ടാക്കി ഒരു പണിയും എടുക്കാതെ പൈസ കൊടുത്തിട്ടുണ്ട്, എന്താണ് എടുത്ത പണിയും ചോദിച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടുത്തട്ടെ, ഞങ്ങൾ ഇന്ന പണി എടുത്തിട്ടുണ്ട് എന്ന്. കോടതിക്ക് ഇതൊക്കെ അറിയാലോ. ഈ ഒരു IT കമ്പനി എന്തൊക്കെ പണിയാണ് എടുത്തു കൊടുക്കാന്ന് അറിയാത്തവരൊന്നല്ല ഇന്നത്തെ കോടതി. അവർക്കും അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. IT മേഖലയെ സംബന്ധിച്ച് കൃത്യമായ ട്രെയിനിങ് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അറിയാം. അവർ ബോധ്യപ്പെടുത്തട്ടെ, ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പണി എടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തട്ടെ. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ബോധ്യപ്പെടുത്താത്തോളം കാലം പ്രതിക്കൂട്ടിൽ നിൽക്കുക തന്നെ വേണം. അതിൽ യാതൊരു അപ്പീലുമില്ല. അതാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ. അത് അംഗീകരിക്കുക. അതിന് കല്ലെടുത്ത് എറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ട, നിങ്ങൾ എവിടെയുള്ളത്? നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായില്ലേ? 25 കൊല്ലം ഭരിച്ച ത്രിപുര BJP നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. 2018 23 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങളെ നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നിട്ടും നിങ്ങൾ തോറ്റു. അതിനുശേഷം 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പിപ്പോയി. നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം അത്. ഇനി ബംഗാൾ, നിങ്ങൾ എവിടെയുള്ളത്? 1/2 സീറ്റോ 1 സീറ്റുമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവിടെ നിങ്ങൾ 550ഓളം പാർട്ടി ഓഫീസുകൾ തുറന്നതെന്ന മെയ് മാസം 4-ാം തീയതി BJP അധികാരത്തിൽ വന്നിട്ടാണ്. നിങ്ങൾ 550-ലധികം പാർട്ടി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചു വെച്ചതും നിങ്ങൾക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതുമായ ഓഫീസുകൾ തുറന്നത് മെയ് മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. നിങ്ങൾ ബംഗാളിൽ ഞങ്ങൾക്കൊരു ഭീഷണിയാണോ? നിങ്ങൾ ഇല്ലാണ്ടായി. അവിടെ നിങ്ങളെ ഇല്ലാതാക്കി ആ മമതാ ബാനർജി. അവരെ ഞങ്ങൾ തോൽപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇവിടുത്തെ പ്രധാന മത്സരം നിങ്ങളും UDF തമ്മിലല്ല. നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചത് തളിപ്പറമ്പിലും പിന്നെന്താ അമ്പലപ്പുഴയിലും പയ്യന്നൂരും നിങ്ങളെ കോട്ടക്കുത്തളങ്ങളിലൊക്കെ നിങ്ങളെ തോൽപ്പിച്ചത് അവരല്ലേ? ഞങ്ങൾ ഇവിടുത്തെ 3ാമത്തെ കക്ഷിയല്ലേ? 3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 3 സീറ്റിലും തോറ്റത് നിങ്ങളെ മുന്നണിയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളെ പ്രധാന മത്സരം UDFുമായിട്ടല്ലേ? അപ്പം നിങ്ങളും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് നിങ്ങൾ തോറ്റ് അമ്പിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ പ്രതാപമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി. ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റിയത്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഞങ്ങൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാലോ. ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷി, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. പരസ്യമായി ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. നിങ്ങളെ തകർക്കാനൊന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. അത് പയ്യന്നൂരിൽ കണ്ടതാണ്, തളിപ്പറമ്പിൽ കണ്ടതാണ്, അമ്പലപ്പുഴയിൽ കണ്ടതാണ്. ആളുകൾ തന്നെ ആ പണി എടുക്കുന്നുണ്ട്. ആ പണി ഞങ്ങൾക്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്ക് താല്പര്യം. ശ്രീ വി ആർ അനൂപ്,